തീർച്ചയായും എന്തായാലും നിരാശയാണ് അവിടെ നിന്നും വരുന്നത്. കാരണം കൂടുതൽ പൂർണ്ണ തോതിലുള്ള തെരച്ചിൽ നടക്കുമ്പോൾ കൂടുതൽ ലോറിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമാകുന്നില്ല. വലിയ തോതിൽ മണ്ണടിഞ്ഞുകൂടിയിരിക്കുന്നു, മരങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇതൊക്കെ തെരച്ചിലിന് തടസ്സമാകുന്നു. ഈശ്വർ മാൽപ്പയും സംഘവും ഒക്കെ ഈ സിഗ്നൽ ലഭിച്ച ഇടത്ത് ഇന്ധനം അതിന്റെ അംശം കണ്ടെത്തിയ ഇടത്തൊക്കെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമ്പോഴും അവർക്ക് വാഹനമുണ്ട് എന്ന് കരുതുന്ന ഇടത്തേക്ക് എത്താൻ പോലും കഴിയാത്ത തരത്തിലാണ് ഈ തടസ്സങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഒന്നുകിൽ ക്രെയിൻ ഉൾപ്പെടെയുള്ള യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അവ നീക്കം ചെയ്തതിനു ശേഷം കൂടുതൽ തെരച്ചിൽ എന്നതൊക്കെയാണ് ഇനി സാധ്യമാവുക. അതിന് ആ സംവിധാനങ്ങൾ അവിടെ എത്തിക്കേണ്ടതുണ്ട്. അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നതാണ് അവിടെ നിന്ന് KV ബൈജു സൂചിപ്പിക്കുന്ന സാഹചര്യം. ബൈജു, നമ്മൾ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അതിന് എല്ലാവിധത്തിലുമുള്ള സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ തമ്പടിച്ച് അതിന് നേതൃത്വം നൽകുന്ന ഘട്ടത്തിലാണ് അതിലും വലിയ ഒരു ദുരന്തം കേരളത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമ്മളുടെ സംവിധാനങ്ങൾ എല്ലാം പൂർണ്ണമായും അവിടെ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഈ രീതിയിലുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വീഴ്ചകൾ സംഭവിക്കുന്നു. തെരച്ചിൽ വീണ്ടും നിർത്തിവെച്ചേക്കുമെന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ ഇടപെടൽ സാധ്യമാകുന്നുണ്ടോ? ആ രീതിയിൽ കേരളം ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? കൂടുതൽ കാര്യക്ഷമമായ തെരച്ചിൽ, അതിന് എല്ലാവിധ സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ ശ്രദ്ധ വയനാട് കേന്ദ്രീകരിച്ചാണ്. എങ്കിലും എങ്ങനെയാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ആ സമ്മർദ്ദവും ഈ തെരച്ചിൽ തുടരാനുള്ള സഹായ ഹസ്തവും ഒക്കെ നീങ്ങുന്നത്? രേണുക, അതിൽ ഏറ്റവും പ്രധാനം ഈ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലുള്ള ആ യന്ത്രമാണ്. അത് 4 നോട്ടിക് മൈൽ വരെ ഉള്ള മണ്ണുകൾ ഇത്തരത്തിൽ പുഴയുടെ നടുഭാഗത്തൊക്കെ പോയി എടുക്കാനുള്ള ഒരു യന്ത്രമാണ്. ആ യന്ത്രം നേരത്തെ തന്നെ കർണാടക ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിട്ടില്ല എന്നൊരു വിമർശനം കാർവാർ MLA നേരത്തെ ഇന്നലെയും പറഞ്ഞിരുന്നു. അത് ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ കാര്യത്തിൽ അടിയന്തരമായി അത് ഇവിടെ എത്തിക്കണം എന്ന് അദ്ദേഹം ഇന്നും തൃശൂർ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ യന്ത്രം എത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ 2 നോട്ടിക് മൈൽ മാത്രമാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ മൺകൂനകൾ നീക്കം ചെയ്യാൻ ആ ഗ്രഡ്ജർ സഹായകരമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, അതിന് വാടക, അതായത് പണം കർണാടക സർക്കാർ നൽകാം എന്നൊക്കെ രീതിയിലുള്ള വലിയ തോതിലുള്ള വിമർശനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്തിക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല. അതിന് ഏറ്റവും പ്രധാനം ഈ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങളാണെന്നാണ് AKM അഷ്റഫും പറയുകയുണ്ടായി. ഏതായാലും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്കും ആക്ഷേപങ്ങളിലേക്കൊന്നും AKM അഷ്റഫ് കടക്കുന്നില്ലെങ്കിലും ബൈജു, അക്കാര്യത്തിൽ ഇവർ രേഖാമൂലം തന്നെ കളക്ടർ അക്കാര്യങ്ങൾ അവിടെ അറിയിച്ചിരുന്നു. ആ സംവിധാനം അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം അവരെ അറിയിച്ചതാണ്. നമ്മളുടെ അവിടുത്തെ സംവിധാനം അവിടെ എത്തിച്ച് തെരച്ചിൽ എന്നത് സാധ്യമാകില്ല എന്നതായിരുന്നു സാഹചര്യം അവർ വിശദീകരിച്ചത്. രേണുക, അതിൽ പ്രധാനമായും ആ കാര്യം MLAയോട് നമ്മൾ ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് 4 നോട്ടിക് മൈൽ വരെ ദൂരത്തിൽ ഈ പുഴയിലെ മണ്ണ് എടുക്കാൻ ഈ യന്ത്രം ഉപയോഗിച്ചാൽ സാധിക്കുമെന്നാണ്. അതായത് അന്ന് 7 നോട്ടിക് മൈലായിരുന്നു ഈ പുഴയിലെ ഒഴുക്കുണ്ടായിരുന്നത്. ആ സമയത്താണ് ആ സംഘം വന്ന് ഇവിടെ പരിശോധന നടത്തിയത്. നിലവിൽ 2 നോട്ടിക് മൈൽ മാത്രമേ ആഴമുള്ളൂ. അതുകൊണ്ട് തന്നെ ആ യന്ത്രം ഇപ്പോൾ ഉപകരിക്കുമെന്നാണ് കാർവാർ MLA പറയുന്നത്. അതായത് അവർ ആ പരിശോധന നടത്തുന്ന സമയത്ത് ഒരു പക്ഷേ അത് സാധ്യമാകില്ലായിരിക്കാം. കാരണം 7 നോട്ടിക് മൈലിൽ ആ യന്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല. അത് MLA പറയുന്നത് ഇപ്പോൾ 2 നോട്ടിക് മൈൽ മാത്രമുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആ യന്ത്രം കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന 5 6 മൺകൂനകൾ ഇപ്പോൾ രൂപപ്പെട്ട ആ ഭാഗങ്ങൾ അത് ഇളക്കി മാറ്റി പരിശോധന നടത്താൻ ആ യന്ത്രം ഉപയോഗിച്ചാൽ സാധിക്കുമെന്നാണ് MLA പറയുന്നത്. ഏതായാലും AKM അഷ്റഫ് അതിൽ പറയുന്നത് യന്ത്രം കൊണ്ടുവരട്ടെ, അത് ഇനി സാധിക്കുമോ ഇല്ലയോ എന്നത് പിന്നീട് നോക്കാം. കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു സഹകരണം ഉണ്ടാകുന്ന രീതിയിലേക്ക് വരട്ടെ എന്നാണ്. ഏതായാലും ഒരു ഏകോപനം ഇതിന് അത്യാവശ്യമാണ്. അത് തുടക്കത്തിൽ നമ്മൾ ആ രീതിയിലുള്ള ഏകോപന കുറവ് കണ്ടതാണ്. പിന്നീട് മന്ത്രി റിയാസ് ഉൾപ്പെടെ എത്തിയപ്പോഴായിരുന്നു ആ തെരച്ചിലിന് വേഗത വർദ്ധിച്ചത്. പക്ഷേ ആ സമയത്ത് പ്രതികൂല കാലാവസ്ഥയാകുകയും പിന്നീട് തെരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അനുകൂലമായ സാഹചര്യമാണ്. അത്തരത്തിലുള്ള കാലാവസ്ഥ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ തർക്കിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തി നിർത്തേണ്ട ഒരു സമയമോ ആരെങ്കിലും വിമർശിക്കേണ്ട ഒരു ഘട്ടമല്ല എന്നാണ് ഈ കുടുംബവും പറയുന്നത്. ഇത്തരം സംവിധാനങ്ങൾ പരമാവധി ഇവിടെ കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. കർണാടക സർക്കാരും ചെയ്യുന്നതാണ്. ഏതെങ്കിലും കൃത്യമായ ഒരു
രീതിയിലുള്ള തെരച്ചിലെല്ലാം നടക്കുന്നത് ഓരോ പരീക്ഷണം പോലെയായിരുന്നു നമുക്ക് തുടക്കത്തിൽ തോന്നിയത്. പല പരീക്ഷണങ്ങൾ തുടങ്ങിയപ്പോഴും അത് പരാജയപ്പെടുന്നു, പിന്നീട് മറ്റൊരു പരീക്ഷണം നടത്തുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ തെരച്ചിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ശാസ്ത്രീയമായ രീതിയിലുള്ള ആകെ ഉണ്ടായിരുന്ന ഒരു പരിശോധന മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ എത്തി കൃത്യമായി ലോറി ഉള്ള സ്ഥലം, ലോറിയുടെ ഇത് സ്ഥലം കണ്ടെത്തി റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ എന്നത് മാത്രമാണ്. മറ്റെല്ലാം ഓരോ ഘട്ടത്തിലായി ഇത്തരത്തിൽ ഓരോ പരീക്ഷണം പോലെയായിരുന്നു നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിച്ചത്. ഏതായാലും ഈശ്വർ മൽപ്പ അദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിലും നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വലിയ തോതിലുള്ള അടിയൊഴുക്ക് ഉള്ള സാഹചര്യത്തിൽ പരിശോധന നടത്താൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോൾ കൃത്യമായി ഇതിൽ തെരച്ചിൽ നടത്താൻ സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നല്ലൊരു വാർത്ത ഇത് സംബന്ധിച്ച്, അർജുന്റെ ലോറി സംബന്ധിച്ച് കിട്ടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. അത് തന്നെയാണ് കുടുംബവും പറയുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിലൊരു നല്ല വാർത്ത, ആ ലോറി കണ്ടെത്തി എന്ന ഒരു വാർത്ത അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഒക്കെ ഉള്ളത്. ആ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു കാര്യവും. രേണുക, ശരി, എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ചിരൂരിൽ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ആ പ്രതീക്ഷയുടെ കാരണം. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങൾ ഇപ്പോഴുമുണ്ട്. അവിടെ മണ്ണും മണലും കല്ലും പാറക്കല്ലും മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി തെരച്ചിൽ അസാധ്യമാക്കുന്ന തരത്തിലുള്ള സ്ഥിതി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ